ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒട്ടും വൈകിപ്പിക്കേണ്ട, വേഗം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ. അവർ ആ ഒരു വീഡിയോയിലും എഗ് വൈറ്റ് മാത്രം എടുത്തത് കൊണ്ടാണ് നമ്മളും ഇവിടെ എഗ് വൈറ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ വെച്ചിട്ടും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എഗ് വൈറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ. നമ്മുടെ സാധാ പുളിയില്ല, അത് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഒന്നിനെ നിങ്ങൾക്ക് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്ക് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഈ പുളി നമ്മൾ മിക്സ് ചെയ്തിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് തരിതരിയൊക്കെ ആയിട്ട് അതിൽ കിടക്കുന്നുണ്ടാവും. മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ജ്യൂസാക്കി ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഒന്നില്ലെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടി തന്നെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വേണം അരിപ്പൊടി ആണെങ്കിൽ കോൺഫ്ലവർ ആണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മൾ പുളി ഡയറക്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ ആ പുളി ഒന്ന് മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അതിൽ തരിതരിപ്പൊക്കെ അതിലുണ്ടാവും പുളിയുടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുളി ജ്യൂസായിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പഞ്ചസാരയൊക്കെ അരിഞ്ഞ് വരെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ നല്ല ടൈം എടുത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷമാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഞാൻ ആ പുളിയുടെ സംഭവം, അതുപോലെ ആ പുളിയുടെ കുരു, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുക. ആ ഒരു അരിപ്പൊടി, ആ ഒരു പുളിയുടെ കളർ രണ്ടും കൂടി മിക്സ് ആക്കി നല്ല അടിപൊളി കളറാണ് നമുക്ക് കിട്ടുക. എഗ് വൈറ്റ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ നല്ലൊരു വഴുവഴുപ്പായിട്ടുള്ളൊരു പാക്കായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുളിയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജ്യൂസാക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പുളിയുടെ സംഭവം ഒന്നും അതിൽ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ, കാരണം ഞാൻ ഫേസിൽ ഇതുവരെ പുളി വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ അവർ ആ വീഡിയോയിൽ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ അവരത് പുറത്തുനിന്ന് വാങ്ങുന്ന പുളിയാണോ അതോ വീട്ടിലുള്ള പുളിയാണോ അതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കയ്യിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കയ്യിൽ നിറം. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എന്നാലാണ് കുറച്ച് തിക്കായിട്ട് അവിടെ പാക്ക് നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 വട്ടം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു വട്ടം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. കാരണം എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവുള്ളൂ എത്രത്തോളം അതിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന്. അതാണ് ഈ ഒരു ഭാഗം മാത്രം ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് ഒരുവിധം എല്ലാവരും ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയൊരു പാക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ. ഇത് ഡ്രൈ ആയിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാണാതില്ല എന്തെങ്കിലും ഡിഫറൻസ് വരുമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പല സ്കിൻ വൈറ്റനിങ് പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 50 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആവും. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ വാട്ടറിലെല്ലാം വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാവുമെന്ന്. കണ്ടോ, അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 50-20 മിനിറ്റ്സ് അത്ര വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആവും, കാരണം അരിപ്പൊടിയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഡ്രൈ ആയതിനു ശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ട്രൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഇതാണ്. സത്യം പറഞ്ഞത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് വർക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ വാച്ചൊക്കെ കെട്ടിയിട്ട് ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആ വാച്ചിൻ്റെ ആ ഒരു സൈഡ് മാത്രം ഒരു കളർ ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചേഞ്ച് കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല റിസൾട്ടാണ് ഈ ഒരു പാക്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് എത്ര നേരം നിൽക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ നല്ല ബ്രൈറ്റ്നെസ് അല്ല കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും, കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വ്യത്യാസം ഉണ്ടാവും.
ഇപ്പം നമ്മളിപ്പോൾ എന്താണ് ചില ചെരുപ്പൊക്കെ നമ്മൾ ഇടുന്ന ടൈമിൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു സൈഡ് ചിലപ്പോൾ നല്ല കളറൊക്കെ ഉണ്ടാവില്ല, അതേപോലെ നമുക്കൊരു വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഫേസിലും അപ്ലൈ ചെയ്തിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരേക്കും ബൈ.